നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാരുടെ തിരുവോണ വർഷഫലമാണ്. തിരുവോണ വർഷഫലം എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ മലയാളം കലണ്ടർ അനുസരിച്ച് കൊല്ലവർഷം 1202 ആണ്ട് വർഷഫലമാണ് പറയുന്നത്. ഈ രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെയും വളർച്ചയുടെയും കലയുടെയും ഒക്കെ നക്ഷത്രമാണ്. ഈ രോഹിണി നക്ഷത്രത്തിന്റെ ഈ 2026-2027 ഈ തിരുവോണ വർഷത്തില് രോഹിണി നക്ഷത്രത്തിന്റെ സ്ഥാനങ്ങള് ശനി മീനത്തില് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം കന്നിയിലും തുലാമിലുമായിട്ട് 6-7 സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. രാഹു കുംഭത്തില് 11ാം സ്ഥാനത്തും നിൽക്കുന്നുണ്ട്. ചന്ദ്രന്റെ നക്ഷത്രമായതിനാല് നിങ്ങളുടെ മനസ്സും കുടുംബവും ഒക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്നത്. നമ്മൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നെ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും നല്ല കാലഘട്ടങ്ങളെ കുറിച്ചും നമ്മളിങ്ങനെ ഓരോ വിഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. തൊഴിൽ മേഖല അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കലാപരമായിട്ടും സംഗീതപരമായിട്ടും സിനിമാപരമായിട്ടും ഫാഷൻ പരമായിട്ടും ഹോട്ടൽ മേഖലകളിലും അതായത് ഭക്ഷണ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഡയറി ഫാമുകള് അഗ്രികൾച്ചർ അതായത് തോട്ടം മേഖലകള് കൃഷിയെ ഇവയിലൊക്കെ നിങ്ങൾക്ക് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. 2026 ഓഗസ്റ്റിലും ഡിസംബറിലും പുതിയ ജോലിക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്ത്രീകളുടെ സഹായം കൊണ്ട് ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോലിക്കും അല്ലെങ്കിൽ ബിസിനസിനും ഒക്കെ വളരെ നല്ല ഒരു സമയമാണിത്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ വരുന്ന ഒരു ഫലമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ സഹായം കൊണ്ട് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും സ്ത്രീകളുടെ സഹായം കൊണ്ട് മുന്നേറ്റം ഉണ്ടാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, 2027 ജനുവരിയിലും ഏപ്രിലും ശനി 12ൽ നിൽക്കുന്നത് ശനിയുടെ ഈ അവസ്ഥ മൂലം അമിതമായിട്ടുള്ള ഒരു ജോലിഭാരം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ട്രാൻസ്ഫറിനൊക്കെയുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വിദേശ ജോലിക്കൊക്കെ ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നൊരു ചലനം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പാൽ ഉൽപ്പന്നവുമായിട്ടോ അല്ലെങ്കിൽ റെസ്റ്റോറന്റും ഒക്കെ ആയിട്ട് ബ്യൂട്ടി പാർലർ, ഡെക്കറേഷന്, ജ്വല്ലറി ബിസിനസ് ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വൻ ലാഭം ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ തന്നെ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സഹപ്രവർത്തകരോടൊക്കെ ഒന്ന് സൗമ്യമായിട്ട് പെരുമാറുക. നിങ്ങൾക്ക് അസൂയ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അതൊന്ന് മാറ്റിവെക്കുക. നിങ്ങളുടെ സാമ്പത്തികം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സാമ്പത്തികം വരുന്ന ഒരു സമയമാണ്. ചന്ദ്രന്റെയും ശുക്രന്റെയും അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട്. അതുമൂലം 2-3 വഴികളിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയൊരു വർഷമാണ്. വീട്, സ്വർണം, വാഹനം, ഭൂമിയൊക്കെ വാങ്ങുവാന് യോഗമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് 2027 ഫെബ്രുവരിയിലും ജൂണിലും ഇതെല്ലാം നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ശനി 12ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആഡംബരമൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും കടം കൊടുക്കാൻ ഈ വർഷം തുനിയരുത്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എടുക്കുകയാണെങ്കിൽ ഇത് രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ്. കുടുംബ സൗഖ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദാമ്പത്യ സുഖമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. 2026 സെപ്റ്റംബർ നവംബർ, 2027 ഏപ്രിൽ ജൂലൈ ഈ സമയങ്ങളിൽ പ്രണയം ഒക്കെ വിവാഹത്തിലെത്തുന്ന ഒരു സമയമാണ്. വിവാഹയോഗം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഗൃഹപ്രവേശ യോഗവും ഒക്കെ കാണുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് ഈ സമയത്ത് അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാരെ സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. മൂന്നാമത്തുള്ള ആളുകളുടെ ഇടപെടലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ 2 പേര് തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ മൂന്നാമത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴുത്തിന് മുകളിലോട്ടുള്ള അതായത് നിങ്ങളുടെ കണ്ണ്, മൂക്ക്, തൊണ്ട അതുപോലുള്ള സ്ഥലങ്ങളിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അലർജി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജനുവരി, മാർച്ച് മാസങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ കാണുന്നത് വളരെ ഉചിതമായിരിക്കും. നിങ്ങൾക്ക് മുഖകാന്തിയൊക്കെ കൂടുന്ന ഒരു സമയമാണ്. സ്കിൻ കെയർ, ഹെയർ
ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. നിങ്ങൾക്ക് വളരെയധികം സൗന്ദര്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾ തണുത്ത ഭക്ഷണം, ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. രാത്രി ഉറക്കം കുറയ്ക്കുന്നത് ഒഴിവാക്കുക. കൃത്യമായ ഉറക്കമൊക്കെ നിങ്ങൾ അവലംബിക്കേണ്ടതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കലാപരമായിട്ടും സംഗീതപരമായിട്ടും ഒക്കെ പോകുന്നവർക്ക് ഡാൻസ്, പെയിന്റിങ്, എഴുത്ത് അങ്ങനെയൊക്കെയുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് അവാർഡൊക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഒരു സമയമാണ്. വിദേശത്ത് പഠിക്കാനൊക്കെയുള്ള ഒരു യോഗം ഉണ്ടാവുന്നുണ്ട്. പഠന സംബന്ധമായിട്ട് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോകാനും പൂജകൾ ചെയ്യാനും ദാനം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. ബ്രഹ്മാവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുള്ള ഒരു സമയമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഓരോ കാലങ്ങൾ തിരിച്ച് ആ കാലത്തില് നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ പറയുകയാണ്. 2026 ഓഗസ്റ്റിലും ഒക്ടോബറിലും നിങ്ങൾക്ക് വരാൻ പോകുന്നത് സുഖവും ധനവും കുടുംബയോഗങ്ങളും, അതായത് കുടുംബത്തിലെ ആൾക്കാരുമൊക്കെ ആയിട്ടുള്ള സംയോഗങ്ങൾ, അവർ മൂലമുണ്ടാകുന്ന ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. എന്നാൽ 2026 നവംബറിലും 2027 ജനുവരിയിലും ചെലവ് കൂടുന്നതാണ്. മനസ്സിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകുന്നതാണ്. ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ നന്നായിട്ട് പോകുന്നതാണ്. 2027 ഫെബ്രുവരിയിലും ഏപ്രിലുമായിട്ട് വരുന്നത് വസ്തുക്കളൊക്കെ വാങ്ങാനും ഗൃഹപ്രവേശമൊക്കെ നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. 2027 മെയ്യിലും ഓഗസ്റ്റിലുമായിട്ട് നിങ്ങൾക്കൊരു സ്ഥിരത വരുന്നതാണ്. നിങ്ങളുടെ കരിയറിലൊക്കെ ഒരു സ്ഥിരത വരുന്നതാണ്. കരിയറിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. ഇനിയും രോഹിണി നക്ഷത്രക്കാര് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി പറയുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ, ലക്ഷ്മി ദേവി, പാർവതി ദേവി, ചന്ദ്രൻ, ഇത്രയുമാണ് നിങ്ങളുടെ ദൈവങ്ങൾ. ഈ ദൈവങ്ങളിൽ ആരെയെങ്കിലും നിങ്ങൾ ഉപാസിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. വെള്ള വസ്ത്രം അല്ലെങ്കിൽ പിങ്ക് വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ചം ചന്ദ്രായ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം ക്ലിം കൃഷ്ണായ നമ എന്ന മന്ത്രമോ 108 തവണ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. 108 തവണ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 9 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. പൗർണമി ദിവസം ചന്ദ്രനെ കാണുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അന്നേ ദിവസം ആർക്കെങ്കിലും പാല് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തില് നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. ഭക്ഷണം കുറയ്ക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഉറക്കമൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ആഡംബരമൊക്കെ കുറയ്ക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. വെയിറ്റ് കൂടാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വൈകാരികമായിട്ട് പ്രശ്നങ്ങളെ എടുക്കാതിരിക്കുക. ചെറിയ കാര്യത്തിന് പോലും വിഷമിക്കുന്ന ഒരു സമയമുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കുക. ജനുവരി, മാർച്ച് ഈ മാസങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം അത്ര നല്ലതല്ല. ഈ സമയം വളരെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സമയങ്ങളെല്ലാം വളരെ നന്നായിട്ട് പോകുന്നതാണ്. ജനുവരിയിലും മാർച്ചിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറ്റുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിലും അത്തം നക്ഷത്രത്തിലും ചിത്തിര നക്ഷത്രത്തിലുമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുകയാണെങ്കിലും നല്ലതാണ്. നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ, നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ കാർത്തിക, മകയിരം, വിശാഖം എന്നീ ദിവസങ്ങളാണ്. 2026 2027 രോഹിണി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗന്ദര്യവും സുഖവും വളർച്ചയും ഒരുപോലെ വരുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. കുടുംബം, പ്രണയം, ധനം, വസ്തു ഇവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ്. ചന്ദ്രനെ പോലെ ശാന്തമായി പോയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നായിട്ട് മാറുന്ന സമയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ വരുന്ന ഫലമാണ്. തിരുവോണ വർഷ ഫലമാണ്. നമ്മളുടെ മലയാള കലണ്ടർ അനുസരിച്ചുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.